Hi children, welcome to science class. Today you are going to study the heating effect of electric current. Activity: take an electric cell, a bulb, a switch and a connecting wire. 14.9 ആക്ടിവിറ്റിയിൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഫിഗറിൽ പറഞ്ഞ പോലെയാണ്. 14.9 ഫിഗറിൽ പേജ് നമ്പർ 163 സെയിം ആക്ടിവിറ്റി തന്നെയാണ്. ഇലക്ട്രിക് സെല്ല്, ബൾബ്, സ്വിച്ച്, കണക്ടിംഗ് വയർ. മേക്ക് ആൻ ഇലക്ട്രിക് സർക്യൂട്ട്, എന്നിട്ട് ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടാക്കുക. ദിസ് ആക്ടിവിറ്റി ഹാസ് ടു ബി ഡൺ യൂസിങ് ഓൺലി വൺ സെൽ. ഒരു സെൽ ഉപയോഗിച്ചിട്ടാണ് ഈ ആക്ടിവിറ്റി ചെയ്യുന്നത്. Keep the switch in the off position. Switch off ചെയ്യുക. Does the bulb glow? Switch off ചെയ്ത സമയത്ത് ബൾബ് ഗ്ലോ ചെയ്യില്ല. എന്താ റീസൺ? ഇലക്ട്രിക് കറണ്ട് അവിടെ ഉണ്ടാവുന്നില്ല. ടച്ച് ദ ബൾബ്. അപ്പൊ ഇലക്ട്രിക് കറണ്ട് അവിടെ ഉണ്ടാവുന്നില്ല, ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. ബൾബ് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. Now move the electric switch to the on position and let the bulb glow for a few minutes or so. അതിനുശേഷം സ്വിച്ച് ഓൺ ചെയ്യുക. ബൾബ് കുറച്ച് സമയം, കുറച്ച് മിനിറ്റ് ഗ്ലോ ചെയ്യാൻ അനുവദിക്കുക. അതിനുശേഷം ടച്ച് ദ ബൾബ്. ബൾബിനെ ടച്ച് ചെയ്ത് നോക്കിയാൽ യു ക്യാൻ ഫീൽ ഹോട്ട്. നിങ്ങൾക്ക് അതിന്റെ ബൾബ് ഹോട്ട് ആയിട്ടുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, ഹീറ്റിംഗ് എഫക്റ്റ് ആണ്, ഇലക്ട്രിക് കറണ്ടിന്റെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ്. ആഫ്റ്റർ മൂവിംഗ് ദ സ്വിച്ച് ബാക്ക് ടു ദ ഓഫ് പൊസിഷൻ, ടച്ച് ദ ബൾബ് അഗെയിൻ. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബൾബ് ടച്ച് ചെയ്യാം. അപ്പൊ എന്താ സംഭവിക്കുക? ആ ഹോട്ട്നെസ് പോയിട്ടുണ്ടായിരിക്കും. ഓക്കെ. Next, another activity. Make a circuit as shown in figure 14.10. ഈ ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുക. ടേക്ക് about 10 cm long piece of nichrome wire and tie it between the nails. രണ്ട് നെയിൽ ആവശ്യമാണ്. ആ നെയിലിന്റെ മുകളിൽ ഈ നിക്രോം വയർ ടൈ ചെയ്യണം, കെട്ടണം. അതിനുശേഷം ഇതിന്റെ ഈ നെയിലിന്റെ ഒരു എൻഡിൽ നിന്ന് വയർ ഉപയോഗിച്ച് സ്വിച്ചിലേക്കും മറ്റേ നെയിലിന്റെ ഒരു എൻഡിൽ നിന്ന് വയർ ഉപയോഗിച്ച് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിനോട് കണക്ട് ചെയ്യുന്നു. സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് സ്വിച്ചിലേക്ക് വീണ്ടും കണക്ട് ചെയ്യുന്നു. അപ്പൊ now switch on the current in the circuit by moving the switch to the on position. ഓൺ ആക്കിയിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് കറണ്ട് അതിലൂടെ പാസ് ചെയ്യും. ആഫ്റ്റർ ഫ്യൂ സെക്കൻഡ് ടച്ച് ദ വയർ. കുറച്ച് സെക്കൻഡിന് ശേഷം വയർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്വിച്ച് ഓൺ ചെയ്യുകയാണ്, അപ്പൊ ഇലക്ട്രിസിറ്റി അവിടെ പാസ് ചെയ്യുന്നുണ്ട്. പാസ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് എന്താവും? നിക്രോം വയർ ഹീറ്റ് ആവും. ഹീറ്റ് ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂട് നമുക്ക് അനുഭവപ്പെടും. ഹീറ്റിംഗ്, നമുക്ക് ആ ഹോട്ട്നെസ് നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം സ്വിച്ച് ഓഫ് ദ കറണ്ട്, സ്വിച്ച് ഓഫ് ചെയ്യുക. ടച്ച് ദ വയർ അഗെയിൻ ആഫ്റ്റർ ഫ്യൂ മിനിറ്റ്. അതിനുശേഷം വയർ ടച്ച് ചെയ്യുക ഫ്യൂ മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ എന്തായിരിക്കും? കൂൾ ആയിട്ടുണ്ടായിരിക്കും. ഓക്കെ. ദ വയർ ഗെറ്റ്സ് ഹോട്ട് വെൻ ആൻ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ ഇറ്റ്. ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ വയർ ഹോട്ട് ആവും. ദിസ് ഇസ് ദ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിന്റെ ഹീറ്റിംഗ് എഫക്ട് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ. ക്യാൻ യു തിങ്ക് ഓഫ് എനി ഇലക്ട്രിക് അപ്ലയൻസ് വേർ ദ ഹീറ്റിംഗ് എഫക്ട് ഓഫ് ദ ഇലക്ട്രിക് കറണ്ട് ഈസ് യൂസ്ഡ്? ഏതെങ്കിലും ഇലക്ട്രിക് അപ്ലയൻസ്, ഹീറ്റിംഗ് എഫക്ട് കാണിക്കുന്ന ഏതെങ്കിലും ഒരു ഇലക്ട്രിക് അപ്ലയൻസ് ഏതൊക്കെയാണ്? ഹീറ്റോ, ദെൻ അയൺ ബോക്സ്, ഹീറ്റർ ഒക്കെ എങ്ങനെയാണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ് അവിടെ ഹീറ്റിംഗ് എഫക്റ്റ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ. യു മൈറ്റ് ഹാവ് സീൻ an electric room heater or an electric heater used for cooking. All these contain a coil of wire. This coil of wire is called an element. ഹീറ്ററിന്റെ അകത്തും അയൺ ബോക്സിന്റെ അകത്തും കോയിൽ ഓഫ് വയർ ഉണ്ട്. വയറിന്റെ കോയിൽ ഉണ്ട്, ലൈക്ക് ദിസ് കോയിൽ, വയർ ചുറ്റുകളുണ്ട്. ദ കോയിൽ ഓഫ് വയർ ഇസ് കോൾഡ് an element. ആ വയറിന്റെ കോയിലിന് പറയുന്ന പേരാണ് എലിമെന്റ്. യു മേ ഹാവ് നോട്ടീസ്ഡ് ദാറ്റ് when these appliances are switched on, ഈ അപ്ലയൻസസ് ഒക്കെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിനനുസരിച്ച് ഈ കോയിൽ നന്നായിട്ട് ഹീറ്റ് ആവും. കോയിൽ ഹീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? അവിടെ കോയിൽ ഹീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. Bujo could not see element in an electric iron. Paheli told him that electric appliances such as immersion heaters, hot plates, irons, jaces, electric kettles, hair dryers have elements inside them. ഈ അപ്ലയൻസസിലൊക്കെ കോയിൽസ് ഉണ്ട്, എലിമെന്റ്സ് ഉണ്ട്. ഇതുപോലത്തെ ചുറ്റുകളുള്ളിൽ കാണാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ്, glowing filament of an electric bulb, incandescent. നമ്മുടെ സാധാരണ ബൾബിന് പറയുന്ന പേരാണ് ഇൻകാൻഡസെന്റ് ലാമ്പ് എന്നാണ് പറയുന്നത്. ഇലക്ട്രിക് സപ്ലൈ, ഇലക്ട്രിസിറ്റി ഇതിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതിലുള്ള ഈ എലമെന്റ്സ്, ഈ കോയിൽ എന്താവും? ഈ
എലിമെന്റ് എന്താവും, ഇതിന് ഫിലമെന്റ് എന്നാണ് പറയുന്നത്. ഈ ഫിലമെന്റ് എന്താവും, ചൂടാവും, നല്ല റെഡ് ഹോട്ട് ആവും. റെഡ് ഹോട്ട് ആയി കഴിഞ്ഞിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ വയർ ഡിപെൻഡ് ഓൺ ഇറ്റ്സ് മെറ്റീരിയൽ ലെങ്ത് ആൻഡ് തിക്നെസ്. ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടുള്ളത്, മെറ്റീരിയൽ, അത് ആ വയറിന്റെ കോയിലിന്റെ മെറ്റീരിയലിനെ, കോയിലിന്റെ ലെങ്ത്, അതുപോലെ തന്നെ കോയിലിന്റെ തിക്നെസ്സിനെ ഒക്കെ, ആ കോയിൽ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വയർ അത് ഏത് മെറ്റീരിയൽ ആണ്, ആ വയറിന്റെ ലെങ്ത്, ആ വയറിന്റെ തിക്നെസ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ദസ് ഫോർ ഡിഫറെന്റ് റിക്വയർമെന്റ്സ് ദ വയേഴ്സ് ഓഫ് ഡിഫറെന്റ് മെറ്റീരിയൽസ് ആൻഡ് ഡിഫറെന്റ് ലെങ്ത്സ് ആൻഡ് തിക്നെസ് ആർ യൂസ്ഡ്. ഡിഫറെന്റ് പർപ്പസിന് ഡിഫറെന്റ് മെറ്റീരിയൽ, ഡിഫറെന്റ് ലെങ്ത് ഉള്ള വയർ, ഡിഫറെന്റ് തിക്നെസ് ഉള്ള വയറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻകാൻഡസെന്റ് ഇലക്ട്രിക് ബൾബ്. Incandescent electric bulb are often used for lighting, but they also give heat. നമ്മുടെ incandescent electric bulb എന്ന് പറഞ്ഞാൽ സാധാരണ ബൾബ്, അത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മീൻസ് ദാറ്റ് എ പാർട്ട് ഓഫ് ഇലക്ട്രിസിറ്റി കൺസ്യൂംഡ് ഈസ് യൂസ്ഡ് ഇൻ പ്രൊഡ്യൂസിങ് ഹീറ്റ്. ഇപ്പൊ ഇലക്ട്രിസിറ്റി കുറച്ച് അത് യൂട്ടിലൈസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയിൽ കുറച്ച് എന്തിനാ യൂസ് ചെയ്യുന്നത്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ. ദിസ് ഇസ് നോട്ട് ഡിസൈറബിൾ ആസ് ഇറ്റ് റിസൾട്ട് ഇൻ ദ വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി വേസ്റ്റേജ് ആണ് അവിടെ നടക്കുന്നത്. The fluorescent tube light എന്നാണ് നമ്മുടെ സാധാരണ ട്യൂബ് ലൈറ്റ്. ആൻഡ് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്, CFL, കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ്, CFL, are better electricity efficient lighting sources. Nowadays the use of light emitting diode, LED, ഇപ്പൊ അധികം ആൾക്കാരും LED ആണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LED full form light emitting diode. For producing given intensity of light, LED bulb consume less electricity as compared to incandescent bulb or fluorescent tubes or CFL. Fluorescent ട്യൂബിനെ, CFL-നെ, incandescent ലാമ്പിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് മാക്സിമം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ LED-ക്ക് പറ്റുന്നുണ്ട്. Thus, LED bulb are much electricity efficient and therefore being preferred. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ISI മാർക്കുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് വേണം, അപ്ലയൻസസ് വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, നോട്ട്, ഫ്ലൂറസെന്റ് ട്യൂബ്സ് ആൻഡ് CFLs കണ്ടെയ്ൻ മെർക്കുറി വേപ്പർ. ഫ്ലൂറസെന്റ് ട്യൂബിലും CFL-ലും മെർക്കുറി വേപ്പർ ഉണ്ട്. ടോക്സിക് ഇൻ നേച്ചർ, മെർക്കുറി വേപ്പർ ടോക്സിക് ആണ്, വെരി പോയ്സണസ് ആണ്. Therefore, damaged fluorescent tubes or CFLs need to be disposed of safely. അതുകൊണ്ട് തന്നെ ഈ ട്യൂബ് പൊട്ടിയാലോ CFL പൊട്ടിയാലോ അതിനെ എന്താക്കണം, സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. അല്ലെങ്കിൽ ഈ മെർക്കുറി വേപ്പർ സ്പ്രെഡ് ഇൻ ദ അറ്റ്മോസ്ഫിയറിൽ സ്പ്രെഡ് ആവും. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ്, ഫ്യൂസ് യൂസ്ഡ് ഇൻ ബിൽഡിങ്സ്. നമ്മളെ വീടുകളിലും ബിൽഡിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്യൂസ് ആണത്. ഓക്കെ, വാട്ട് ഇസ് ഫ്യൂസ്? ഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂസ് എന്തിനാ യൂസ് ചെയ്യുന്നത് നമ്മള്? ഓക്കെ, make the circuit be used for activity 14.3 again. However, replace the cell with a battery of 4 cells. നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി പറയുന്നുണ്ട്. ഈ ആക്ടിവിറ്റിയിൽ ഒരു സെല്ല് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതിന് പകരം ഒരു സെല്ലിന് പകരം 4 സെൽ യൂസ് ചെയ്യുന്നുണ്ട്. നിക്രോം വയറിന് പകരം അവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ വയർ ആണ്. ഓക്കെ, replace the cell with a battery of 4 cells. Also in place of nichrome wire, tie a thin strand of steel wool. Steel scrubber wool use ചെയ്യുന്നുണ്ട്. If there are any fans in the room, switch them off. Now pass the current through the circuit for some time. ആ സർക്യൂട്ടിലേക്ക് കുറച്ച് സമയം കറണ്ട് പാസ് ചെയ്യാം. Observe the strand of steel wool carefully. Note what happens. Does the strand of steel wool melt and break? അപ്പോൾ ആ സർക്യൂട്ടില് നിക്രോം വയറിന് പകരം ഇവിടെ സ്റ്റീൽ വൂൾ ആണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സെല്ലിന് പകരം 4 സെല്ല് യൂസ് ചെയ്തു. കുറച്ച് സമയം ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത സമയത്ത് ഇത് നന്നായിട്ട് ഹീറ്റായി. അതിന്റെ റിസൾട്ട് ആയിട്ട് ഇത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങി. ധാരാളം കറണ്ട് ഇവിടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് മെൽറ്റ് ചെയ്തപ്പോ എന്തായി? സ്റ്റീൽ വൂൾ ബ്രേക്ക് ആയി, പൊട്ടി. ഓക്കെ, wires made from some special materials melt quickly and break when large electric currents are passed through them. These wires are used for making electric fuses. അപ്പം ഇലക്ട്രിക് ഫ്യൂസസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള വയേഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ മെൽറ്റ് ക്വിക്ലി ആൻഡ് ബ്രേക്ക്, പെട്ടെന്ന് മെൽറ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യും. When large electric currents are passed through, നന്നായിട്ട് ഇലക്ട്രിസിറ്റി അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അത് മെൽറ്റ് ചെയ്തിട്ട് അവിടെ ബ്രേക്ക് ചെയ്യും. അങ്ങനത്തെ വയേഴ്സ് ആണ് ഇലക്ട്രിക് ഫ്യൂസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. In all building, fuses are inserted in all electrical circuit. There is a maximum limit on the current which can safely flow through a circuit.
ഇപ്പൊ ഒരു സർക്യൂട്ടിലൂടെ അലൗ ചെയ്യുന്ന ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ഇഫ് ബൈ ആക്സിഡന്റ് ദ കറന്റ് എക്സീഡ്സ് ദി സേഫ് ലിമിറ്റ് ദ വയേഴ്സ് മേ ബിക്കം ഓവർ ഹീറ്റഡ് ആൻഡ് മേ കോസ് ഫയർ. ഇപ്പൊ ഈ സർക്യൂട്ടിലൂടെ ഇപ്പൊ അതിന്റെ ലിമിറ്റിലും കൂടുതൽ കറണ്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ആ വയർ ഓവർ ഹീറ്റ് ആവും. ഓവർ ഹീറ്റ് ആയിട്ട് ഫയർ ഉണ്ടാവും. അങ്ങനെയാണ് ഷോർട്ട് സർക്യൂട്ട് ഒക്കെ ഉണ്ടാവുന്നത്. ഇഫ് എ പ്രോപ്പർ ഫ്യൂസ് ഇസ് ദർ ഇൻ ദ സർക്യൂട്ടിൽ പ്രോപ്പർ ആയിട്ടുള്ള ഫ്യൂസ് ആണ് ഉള്ളതെങ്കിൽ ഇറ്റ് വിൽ ബ്ലോ ഓഫ്. അതെന്താ? അത് സ്വയം എന്താ ഇപ്പൊ ബ്ലോ ഓഫ്. ആ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാതെ അത് മെൽറ്റ് ചെയ്തിട്ട് ആ സർക്യൂട്ടിന് ബ്രേക്ക്, ആ ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് ബ്രേക്ക് ആവും. എന്നിട്ട് ആ സർക്യൂട്ടിന് വേറെ അപകടം ഒന്നും ഉണ്ടാവാതെ സംരക്ഷിക്കും. എ ഫ്യൂസ് ഇസ് ദസ് എ സേഫ്റ്റി ഡിവൈസ്. ഒരു സേഫ്റ്റി ഡിവൈസ് ആണ് ഫ്യൂസ് എന്ന് പറയുന്നത്. which prevents damages to electrical circuit and possible fires. ഫയേഴ്സ് ഉണ്ടാവാതെയും ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് ഡാമേജ് ഉണ്ടാവാതെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫ്യൂസസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് ആർ യൂസ്ഡ് ഫോർ ഡിഫറെന്റ് പർപ്പസസ്. ഡിഫറെന്റ് പർപ്പസസിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്യൂസസ് ആണ് യൂസ് ചെയ്യുന്നത്. 14 പോയിന്റ് ഈ പിക്ചറിൽ കണ്ടിട്ടുള്ളത് വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫ്യൂസ് ആണ്. The 14.15 are generally used in electrical appliances. Electrical appliances use ചെയ്യുന്ന ഫ്യൂസ് ആണത്. Okay. This is the picture of MCB. What is MCB? Miniature circuit breaker. Miniature circuit breaker ആണ്. These days, miniature circuit breaker MCBs are increasingly being used in place of fuses. Fusesന് പകരം miniature circuit breaker MCB ആണ് യൂസ് ചെയ്യുന്നത്. എന്താ കാരണം? These are switches which automatically turn off when current in a circuit exceeds the safe limit. ഒരു ലിമിറ്റിലും കൂടുതലായിട്ട് കറണ്ട് അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓഫ് ആവും. You turn them on and the circuit is once again complete. Okay. ഇപ്പൊ ഈ MCB ആണെങ്കിലും നമ്മൾ ISI മാർക്ക് ഉള്ളതേ നമ്മൾ യൂസ് ചെയ്യാവൂ. ഓക്കെ. നെക്സ്റ്റ് മാഗ്നറ്റിക് ഇഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. മാഗ്നറ്റിക് ഇഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഹീറ്റിംഗ് ഇഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. നെക്സ്റ്റ് മാഗ്നറ്റിക് ഇഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട്. Okay, look at the activity. Take a cardboard tray from inside a discarded matchbox. Matchbox ന്റെ അടിയിലുള്ള cardboard tray എടുക്കുക. Wrap an electric wire a few times around the cardboard tray. Cardboard tray ന്റെ ചുറ്റിലുമായിട്ട് എന്താക്കണം? വയർ നന്നായിട്ട് ചുറ്റണം. പ്ലേസ് എ സ്മോൾ കോമ്പസ് നീഡിൽ ഇൻസൈഡ് ഇറ്റ്. അതിനുള്ളിൽ ഒരു കോമ്പസ് നീഡിൽ വെക്കുക. അതിനുശേഷം ഫ്രീ എൻഡ്സ് കണക്ട് ടു ദ ഇലക്ട്രിക് സെൽ ത്രൂ എ സ്വിച്ച്. ഇലക്ട്രിക് സെല്ലുമായിട്ട് അതിന് ഫ്രീ എൻഡ്സ് കണക്ട് ചെയ്യണം. സ്വിച്ചിലൂടെയാണ് ഒരു എൻഡ് കണക്ട് ചെയ്യുന്നത്. ഒരു എൻഡ് ഡയറക്റ്റ് ആയിട്ട് സെല്ലിലേക്ക് വരുന്നുണ്ട്. ഓക്കെ. നോട്ട് ദ ഡിറക്ഷൻ ഇൻ വിച്ച് ദ കോമ്പസ് നീഡിൽ ഈസ് പോയിന്റിംഗ്. ബ്രിങ് എ ബാർ മാഗ്നറ്റ് നിയർ ദ കോമ്പസ് നീഡിൽ. കോമ്പസ് നീഡിലിന്റെ അടുത്തേക്ക് ബാർ മാഗ്നറ്റ് കൊണ്ടുവരുന്ന സമയത്ത് യു ക്യാൻ ഒബ്സർവ് ഡിഫ്ലക്ഷൻ ഇൻ ദ കോമ്പസ് നീഡിൽ. കോമ്പസ് നീഡിലിന് ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും ബാർ മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത്. Then move the switch to the on position. Switch on position ആക്കി കഴിഞ്ഞാൽ എന്താവും? കോമ്പസ് നീഡിൽ നന്നായിട്ട് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ കോമ്പസ് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ നോക്കുക. ബാർ മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ്? കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. സ്വിച്ച് ഓൺ ചെയ്താൽ കോമ്പസ് നീഡിൽ ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ. Repeat the experiment a few times. എന്നിട്ട് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാം. We know that needle of a compass is a tiny magnet. ഇപ്പൊ കോമ്പസ് നീഡിൽ എന്ന് പറയുന്നത് ഒരു മാഗ്നറ്റ് ആണ്. which points in a north south direction. നോർത്ത് സൗത്ത് ഡിറക്ഷനിലാണ് അതിലുള്ള പോയിന്റർ നിൽക്കുക. when we bring a magnet close to it, the needle gets deflected. മാഗ്നറ്റ് അടുത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യും. we have also seen that compass needle gets deflected when the current flows in a nearby wire. എന്തുകൊണ്ടാണ്? അതിൽ ചുറ്റിയിട്ടുള്ള മാച്ച് ബോക്സിൽ ചുറ്റിയിട്ടുള്ള വയറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്താണ് അതിന് എന്ത് വരുന്നത്? ഫ്ലോ ചെയ്യുന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് അത് നീഡിൽ ഡിഫ്ലക്ട് ആവുന്നത്. ഓക്കെ. നെക്സ്റ്റ് Hans Christian Ørsted. Hans Christian Ørsted also wondered. He was the first person who noticed the deflection of compass needle every time the current was passed through the wire. ഒരു കറണ്ട് ഒരു വയറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കോമ്പസ് നീഡിൽ എല്ലാ ടൈമും ഡിഫ്ലക്ഷൻ കാണിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയ സയന്റിസ്റ്റ് ആണ് ഹാൻസ് ക്രിസ്ത്യൻ ഓർസ്റ്റഡ്. ഓക്കെ. So when electric current passes through a wire, it behaves like a magnet. ഒരു ഇലക്ട്രിക് കറണ്ട് ഒരു വയറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതെന്താണ്?
മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഫസ്റ്റ് ഡിഫ്ലക്ഷൻ, മാഗ്നറ്റ് അടുത്ത് കൊണ്ടുവരുമ്പോഴാണ് ഡിഫ്ലക്ഷൻ കാണിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം മാഗ്നറ്റ് മാറ്റി ആ സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് ആ കോമ്പസിനോട് ഡിഫ്ലക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ദിസ് ഇസ് ദ മാഗ്നറ്റിക് ഇഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഇൻ ഫാക്ട് ആൻഡ് ഇലക്ട്രിക് കറന്റ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് മാഗ്നറ്റ്. ഇലക്ട്രിക് കറന്റ് എന്തിനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, മാഗ്നറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ പിക്ചർ ആണ് വന്നിട്ടുള്ളത്. വാട്ട് ഇസ് ദ ആക്ടിവിറ്റി? ടേക്ക് അറൌണ്ട് 75 cm long piece of insulated flexible wire and iron nail. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വയറും അയൺ നെയിലും എടുക്കുക. വിൻഡ് ദ വയർ ടൈറ്റ്ലി അറൌണ്ട് ദ നെയിൽ ഇൻ ദ ഫോം ഓഫ് എ കോയിൽ. ഒരു കോയിൽ പോലെ ചുറ്റുകളാക്കിയിട്ട് വയർ ഈ നെയിലിന് ചുറ്റും നന്നായിട്ട് ചുറ്റുക. കണക്ട് ദ ഫ്രീ എൻഡ്സ് ഓഫ് ദ വയർ ടു ദ ടെർമിനൽസ് ഓഫ് എ സെൽ. ഈ നെയിലിന്റെ ഓരോ ചുറ്റിയിട്ടുള്ള വയറിന്റെ ഓരോ എൻഡും സെല്ലിന്റെ ഓരോ ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. യു ക്യാൻ സീ ഇൻ ദ പിക്ചർ ദിസ് എൻഡ് ഈസ് കണക്ട് ടു ദ negative of the cell and this end is connect to the positive terminal of the cell. Okay, place some pin or near the end of the nail. കുറച്ച് പിൻ എന്താക്കണം? നെയിലിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. Now switch on the current. പിന്നെ ഈ സർക്യൂട്ടിനെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ what happens? Do the pins cling to the tip of the nail? സർക്യൂട്ടിനെ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നെയില് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആ സമയത്ത് ഈ പിൻ എന്താവും? ഇതിന്റെ മുകളിലേക്ക് ഒട്ടിപ്പിടിക്കും. ഓക്കെ, സ്വിച്ച് ഓഫ് ദ കറന്റ്. ആർ ദ പിൻ സ്റ്റിൽ clinging to the end of the nail? സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നെയില് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇതിൽ ഒട്ടിപ്പിടിച്ചിട്ടുള്ള പിന്നെ താഴേക്ക് വീഴും. ഓക്കെ, the coil in the above activity behaves like a magnet. അപ്പൊ ഈ ഇതിൽ ചുറ്റിയിട്ടുള്ള ഈ കോയിൽ ആണ് മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. when electric current flows through it. ഇലക്ട്രിക് കറന്റ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് when the electric current is switched off, the coil generally loses its magnetism. കറന്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിസം ഇല്ല. such coils are called electromagnet. അങ്ങനത്തെ കോയിൽസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റ്. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ ഇലക്ട്രോമാഗ്നറ്റ് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. Then electromagnets are also used to separate magnetic material from the junk. മാഗ്നറ്റിക് മെറ്റീരിയലിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല മാഗ്നറ്റിക് മെറ്റീരിയലിനെ സെപ്പറേറ്റ് ചെയ്യുക. അത് മാത്രമല്ല ഡോക്ടേഴ്സ് യൂസ് ടൈനി ഇലക്ട്രോമാഗ്നറ്റ്സ് ടു ടേക്ക് ഔട്ട് സ്മോൾ പീസസ് ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ ദാറ്റ് ഹാവ് ആക്സിഡന്റലി fallen eye. ഡോക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോമാഗ്നറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും മാഗ്നറ്റിക് മെറ്റീരിയൽസ് കണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടിയിട്ട് ടൈനി ഇലക്ട്രോമാഗ്നറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. Okay, last one, electric bell. We are quite familiar with an electric bell. It has an electromagnet in it. Electric bell നമുക്കറിയാം electromagnet അതിലുണ്ട്. This is a picture of electric bell. Figure 14.20 shows the circuit of an electric bell. Electric bell circuit ആണ് കാണിച്ചിട്ടുള്ളത്. It consists of a coil of wire. Coil of wire ഉണ്ട്. Wound on an iron piece. Iron piece ന്റെ മുകളിൽ കുറെ wire ചുറ്റിയിട്ടുണ്ട്. An iron strip with a hammer at one end is kept close to the electromagnet. എന്താ ഉള്ളത്? അയൺ സ്ട്രിപ്പ്. ഒരു അയൺ സ്ട്രിപ്പും ഹാമറും ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിന് അടുത്തായിട്ട് ഒരു അയൺ സ്ട്രിപ്പും ഉണ്ട്, അതുപോലെ തന്നെ ഹാമറും ഉണ്ട്. പിന്നെ എന്താ ഉള്ളത്? അതിന്റെ അടുത്ത് തന്നെ ഒരു കോണ്ടാക്ട് സ്ക്രൂ ഉണ്ട്. ഇതാണ് കോണ്ടാക്ട് സ്ക്രൂ എന്ന് പറയുന്നത്. പിന്നെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഈ കോയിൽ എന്താവും? ഇലക്ട്രിസിറ്റി ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കോയിൽ ഇലക്ട്രോമാഗ്നറ്റ് ആവും. കോയിൽ ഇലക്ട്രോമാഗ്നറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഇലക്ട്രിസിറ്റി കോണ്ടാക്ട് സ്ക്രൂയിലൂടെ കോണ്ടാക്ട് സ്ക്രൂയിലൂടെ വന്നിട്ട് ഈ അയൺ സ്ട്രിപ്പ് കോണ്ടാക്ട് സ്ക്രൂയിലൂടെ വരും. അപ്പൊ ഈ അയൺ സ്ട്രിപ്പ്, ഇവിടെയുള്ള അയൺ സ്ട്രിപ്പ് ഇങ്ങോട്ടേക്ക് മാറും. അയൺ സ്ട്രിപ്പ് ഇങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ വന്നിടിക്കും. ഇതിന്റെ മുകളിൽ വന്നിടിക്കുന്ന സമയത്താണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മുകളിൽ വന്നിടിച്ചു കഴിഞ്ഞാൽ ഇത് ആദ്യത്തെ പൊസിഷനിലേക്ക് പോകും. അപ്പൊ അതിന്റെ പിന്നെ എന്താവും? പിന്നെ അതുപോലെ തന്നെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ ഇലക്ട്രിക് കോയിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അതിനുശേഷം എന്താ ഈ സ്ക്രൂവിന്റെ അടുത്ത് ഇലക്ട്രിസിറ്റി എത്തുന്ന സമയത്ത് ഈ കോയിൽ ഇലക്ട്രോമാഗ്നറ്റ് ആവും. പിന്നെ എന്താവും? ഈ സ്ക്രൂ അയൺ സ്ട്രിപ്പ് കുറച്ച് മൂവ് ചെയ്യും. അയൺ സ്ട്രിപ്പ് ഇതിന്റെ മുകളിൽ വന്ന് ഇടിക്കും. അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇലക്ട്രിക് ബെല്ലിന്റെ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, ഇലക്ട്രിക് ബെല്ല് അയൺ സ്ട്രിപ്പ് ഉണ്ട്. അയൺ സ്ട്രിപ്പിന്റെ മുകളിൽ മാഗ്നറ്റ് കോയിൽ ചുറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല
ഇലക്ട്രോമാഗ്നറ്റും അയൺ സ്ട്രിപ്പും ഹാമറും ആണ് ഇതിന്റെ അകത്തിട്ടുള്ളത്. ഇതിന്റെ അടുത്തൊരു കോണ്ടാക്ട് സ്ക്രൂ ഉണ്ട്. ഇതാണ് കോണ്ടാക്ട് സ്ക്രൂ എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇലക്ട്രോമാഗ്നറ്റോ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഇത് ഇലക്ട്രോമാഗ്നറ്റോ, ഇലക്ട്രിസിറ്റി കോണ്ടാക്ട് സ്ക്രൂയിലൂടെ വരും. അപ്പോ എന്താ സംഭവിക്കുക, ഈ അയൺ സ്ട്രിപ്പ്, ഈ അയൺ സ്ട്രിപ്പ് ഇങ്ങോട്ടേക്ക് മാറും. അയൺ സ്ട്രിപ്പ് ഇങ്ങോട്ട് മാറിയിട്ട് ഇതിന്റെ മുകളിൽ വന്ന് ഇടിക്കും. പിന്നെ അത് ആദ്യത്തെ പൊസിഷനിലേക്ക് വരും. പിന്നെ വീണ്ടും ആ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി അതിലൂടെ വരണം. ഓക്കെ. The coil acts as an electromagnet. Iron strip with a hammer at one end is kept close to the electromagnet. There is a contact screw near the iron strip. When the iron strip is in contact with the screw, the current flows through the coil, which becomes an electromagnet. It then pulls the iron strip. In the process, the hammer at the end of the strip strikes the gong of the bell to produce a sound. However, when the electromagnet pulls the iron strip, it also breaks the circuit. അപ്പൊ ഇതിന്റെ മുകളിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്യൂട്ട് ബ്രേക്ക് ആയി. പിന്നെ വീണ്ടും സ്വിച്ച് ഓൺ ചെയ്താലേ ഈ ഒരു ഫംഗ്ഷൻ വരുള്ളൂ. ദ കറന്റ് ത്രൂ ദ കോയിൽ സ്റ്റോപ്സ് ഫ്ലോയിങ്. ഓക്കെ. Now the chapter finished. Study well. Thank you.